بسم الله الرحمن الرحيم. أولئك الذين نتقبل عنهم أحسن ما عملوا ونتجاوز عن سيئاتهم في أصحاب الجنة وعد الصدق الذي كانوا يوعدون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1760 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 46-ാമത്തെ അധ്യായമായ സൂറത്തുൽ അഹ്കാഫിലെ 16-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉലൈക الذين نتقبل عنهم أحسن ما عملوا ونتجاوز عن سيئاتهم في أصحاب الجنة وعد الصدق الذي كانوا يوعدون. صدق الله العلي العظيم. സൂറത്തുൽ അഹ്ഖാഫിലെ 16-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 13-ാമത്തെ ആയത്ത് മുതൽ നമ്മൾ വായിച്ചു വരുന്ന ഈ ഭാഗം ഒരുമിച്ച് ഒരേ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. അതിൻ്റെ ഒരു അവസാന ഭാഗമായിട്ട് നമുക്ക് ഈ 16-ാമത്തെ ആയത്തിനെ മനസ്സിലാക്കാം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, ഞങ്ങളുടെ നാഥൻ അല്ലാഹു ആണ് എന്ന് പ്രഖ്യാപിക്കുകയും അതിനെ തുടർന്ന് ആ ആദർശ സരണിയിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി നിലകൊള്ളുകയും ചെയ്ത ആളുകൾ, അവര് യാതൊന്നും പേടിക്കേണ്ടതില്ല, അവർക്ക് ദുഃഖിക്കാനും യാതൊരു നിലക്കും കാരണമുണ്ടാവുന്നില്ല. അവര് ഉലൈക അസ്ഹാബുൽ ജന്ന, അവര് സ്വർഗാവകാശികളാണ്. ഖാലിദീന ഫീഹ, അവര് നിത്യമായി എന്നെന്നും അവിടെ വസിക്കാൻ സാധിക്കുന്നവരുമാണ്. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ, അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലമായിട്ടാണ് അവർക്ക് സ്വർഗവാസം അനുവദിക്കപ്പെടുന്നത്. വവസൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, മനുഷ്യനെ നാം ഒരു ഉപദേശം മനുഷ്യന് നൽകുകയുണ്ടായി. ബിവാലിദൈഹി ഇഹ്സാന, തന്റെ മാതാപിതാക്കളോട് നന്മ ചെയ്യുവാൻ വേണ്ടി. ഹംലതുഹു ഉമ്മുഹു കുറുഹ, അവന്റെ മാതാവ് അവനെ പ്രയാസം ഉള്ള വിധത്തിലാണ് ഗർഭം ചുമക്കുകയുണ്ടായത്. വവളഅതുഹു കുറുഹ, പ്രയാസം പേറിക്കൊണ്ട് തന്നെയാണ് അവന്റെ ഉമ്മ, അവന്റെ മാതാവ് അവനെ പ്രസവിക്കുകയും ഉണ്ടായത്. വഹംലുഹു വഫിസാലുഹു 30 ശഹ്റ, അവന്റെ ഗർഭം ചുമക്കലും മുലയൂട്ടലുമായി 30 മാസങ്ങളാണ്. ഹത്താ ഇദാ ബലഗ അശുദ്ധഹു, അങ്ങനെ അവന് കരുത്താർജിച്ചു കഴിഞ്ഞാൽ, വബലഗ 40 സനതൻ, തുടർന്ന് 40 വയസ്സ് എത്തുന്നതോടെ ഖാല, അവൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ, എന്റെ നാഥ, നീ എനിക്ക് തൗസിയ ചെയ്യണമേ, നീ എനിക്ക് ഉദവി നൽകണമേ. അൻ അശ്കുറ നിഅമതക, നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ. അല്ലത്തി അൻഅംത അലയ്യ, നീ എന്റെ മേൽ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങൾ. വഅലാ വാലിദയ്യ, അതുപോലെ എന്റെ മാതാപിതാക്കളുടെ മേൽ ചൊരിഞ്ഞിട്ടുള്ള അനുഗ്രഹങ്ങളും. ഇവക്കൊക്കെയും നിന്നോട് കൃതജ്ഞത കാണിക്കുവാൻ നീ എനിക്ക്
തൗഫീഖ് ചെയ്ത് തരണമേ, തൗസീർ നൽകണമേ. വഅനഅമല സാലിഹൻ തർലാഹു, അതുപോലെ നിനക്ക് തൃപ്തി ഉണ്ടാകുന്ന തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകാനും നീ എനിക്ക് ഉദവി നൽകണമേ. വഅസ്ലിഹ് ലീ ഫീ ദുരിയതി, എന്റെ മക്കളെ നീ സാലിഹുകളായ നല്ല മക്കളായി മാറ്റണമേ. ഇന്നി തുബ്തു ഇലൈക, ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങിയിരിക്കുന്നു, നിന്നിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. വ ഇന്നി മിനൽ മുസ്ലിമീൻ, ഞാൻ തീർച്ചയായിട്ടും നിനക്ക് കീഴ്പ്പെട്ടവരുടെ കൂട്ടത്തിലുമാണ്. ഇതാണ് നമ്മൾ 1-2 ദിവസങ്ങളായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ആയത്തുകളുടെ ഉള്ളടക്കം. ഇതിന്റെ ഒരു ഉപസംഹാരം എന്ന നിലക്കാണ് ഇതിനെ തുടർന്നു വരുന്ന 16-ാമത്തെ ആയത്ത്. ഇന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത് ആ ആയത്താണ്. നമുക്ക് ഈ 16-ാമത്തെ ആയത്ത് ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കാം. ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു. അപ്പൊ പിന്നിട്ട ഈ ആയത്തുകളിൽ 13-ാമത്തെ ആയത്ത് മുതൽ ഈ 15-ാമത്തെ ആയത്ത് വരെ ഉള്ള വിവരണത്തില് പരാമർശിക്കപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിനെ റബ്ബായി അംഗീകരിക്കുകയും അള്ളാഹു പകർന്നു തന്ന ജീവിത ദർശനമായ ഇസ്ലാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടുകൂടി ദൃഢചിത്തതയോടുകൂടി ആ മാർഗത്തില് നിലകൊള്ളുകയും ചെയ്ത ആളുകളെ പരാമർശിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയുകയുണ്ടായിട്ടുള്ളത്. അത്തരം ആളുകൾ അവര് ഏറ്റുവാങ്ങുന്ന അന്ത്യ പരിണതി എന്തായിരിക്കും എന്നതാണ് ഈ 16-ാമത്തെ ആയത്തില് അള്ളാഹു വ്യക്തമാക്കുന്നത്. ഉലൈകല്ലദീന നതഖബ്ബലു അൻഹും, ഈ ആളുകളിൽ നിന്ന്, ഇവിടെ പരാമർശിക്കപ്പെട്ട ഈ കൂട്ടരിൽ നിന്ന്, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു എന്ന് പറഞ്ഞല്ലോ ഒരു വിഭാഗം. ഞങ്ങളുടെ നാഥൻ അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് അള്ളാഹുവിന്റെ ആ ജീവിത സരണിയിൽ നിശ്ചയദാർഢ്യത്തോടുകൂടി ചാഞ്ചല്യമില്ലാതെ ദൃഢചിത്തതയോടുകൂടി പ്രതിബദ്ധതയോടുകൂടി നിലകൊള്ളുകയും ചെയ്ത ആളുകൾ, ആ ആളുകളുടെ കാര്യത്തില് നതഖബ്ബലു അൻഹും, അവരിൽ നിന്ന് നാം ഏറ്റുവാങ്ങുന്നു, അവരിൽ നിന്ന് നാം സ്വീകരിക്കുന്നു. അഹ്സന മാ അമിലു, നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു, അവർ ചെയ്ത സുഹൃതങ്ങളായ പ്രവർത്തനങ്ങളൊക്കെ നാം അവരിൽ നിന്ന് ഏറ്റുവാങ്ങുന്നു, അവരിൽ നിന്ന് സ്വീകരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ ആളുകൾ ഞങ്ങളുടെ നാഥൻ അള്ളാഹുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും ആ ജീവിത ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിത സരണിയിൽ പ്രതിബദ്ധതയോടുകൂടി നിലകൊള്ളുകയും ചെയ്ത ആളുകൾ, അത്തരം ആളുകളുടെ നല്ല പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കുന്നു. ആ പ്രവർത്തനങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാണ് എന്നാണ് അള്ളാഹുവോട് പറയുന്നത്. സ്വീകാര്യമാണ് എന്ന് പറയുന്നതിനേക്കാളേറെ അള്ളാഹു നേരിട്ട് അത് വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നത് നതഖബ്ബലു അൻഹും എന്നാണ്. അവരിൽ നിന്ന് നാം സ്വീകരിക്കുന്നു, ഏറ്റുവാങ്ങുന്നു. എന്താണ് ഏറ്റുവാങ്ങുന്നത്? അഹ്സന മാ അമിലു, അവർ ചെയ്ത ഇഹ്സാൻ ആയ എല്ലാ കാര്യങ്ങളും, അവരുടെ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിലെ ഇഹ്സാനായ നല്ലത് എന്ന് പറയാവുന്ന എല്ലാം നാം ഏറ്റുവാങ്ങുന്നു. അഹ്സന മാ അമിലു. പിന്നെ ഒരാളുടെ കാര്യത്തിൽ അയാള് അള്ളാഹുവാണ് ഞങ്ങളുടെ നാഥൻ എന്ന് പ്രഖ്യാപിക്കുകയും ആ മാർഗത്തിൽ ഇസ്തിഖാമത്തോടു കൂടി നിലകൊള്ളുകയും ചെയ്യുന്നുവെങ്കിലും അയാൾക്ക് വീഴ്ചകളോ അബദ്ധങ്ങളോ പിഴവുകളോ അതുപോലെയുള്ള സംഗതികളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നത് വനതജാവസു അൻ സയ്യിആതിഹിം, അവരുടെ എല്ലാവിധ തിന്മകളെയും നാം തജാവുസ് ചെയ്യുന്നു, വിട്ടുകളയുന്നു, അല്ലെങ്കിൽ അവ വിട്ടുവീഴ്ച ചെയ്യുന്നു. നതജാവസു എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം.
ഈ പദത്ത് ജാവസ എന്ന റൂട്ട് വേർഡിൽ നിന്നാണ് ഈ പദം വരുന്നത്. ഇന്ന് നമ്മൾ പാസ്പോർട്ടിനൊക്കെ ഉപയോഗിക്കുന്ന പദം ജവാസു സഫർ എന്നാണ്. ജവാസ് ആണ്. ജവാസു സഫർ, അനുമതി അല്ലെങ്കിൽ കടന്നു പോകാനുള്ള സമ്മതം, ഇങ്ങനെയൊക്കെയാണ് അതിന്റെ അർത്ഥം. പാസ്പോർട്ട് എന്ന് പറഞ്ഞാലും അങ്ങനെയാണല്ലോ. ഒരു പോർട്ടിലൂടെ പാസ് ചെയ്യാനുള്ള അനുമതി പത്രത്തിനാണ് പാസ്പോർട്ട് എന്ന് പറയുന്നത്. അത് സീ പോർട്ട് ആവാം, എയർപോർട്ട് ആവാം, അങ്ങനെയുള്ള ഏത് പോർട്ടിലൂടെയും കടന്നു പോകാനുള്ള ഒരു അനുമതി പത്രമാണ് പാസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നതജാവസു എന്ന് പറഞ്ഞാൽ നാം വിട്ടുകളയുന്നു, വിട്ടുവീഴ്ച ചെയ്യുന്നു, അല്ലെങ്കിൽ അതിന്റെ പേരിൽ അവരെ അവിടെ പിടിച്ചു വെക്കാതെ കടന്നു പോകാൻ അവർക്ക് അനുമതി നൽകുന്നു. ഇതാണ് ഭാഷാപരമായി അത് നൽകുന്ന സൂചന. അപ്പോ ഈ ആളുകളുടെ കാര്യത്തില് വനതജാവസു അൻ സയ്യിആതിഹിം, അവരുടെ സയ്യിആത്തുകളൊക്കെയും തന്നെ നാം വിട്ടുകളയുന്നു, അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നു. അവർക്ക് അതിന്റെ പേരിലൊന്നും യാതൊരു പ്രയാസവും നേരിടാത്ത വിധത്തില് അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് അവരെ മുന്നോട്ട് നീങ്ങാൻ നാം അനുവദിക്കുന്നു. ഇതാണ് പറയുന്നത്. ഫി അസ്ഹാബിൽ ജന്ന, അവര് സ്വർഗാവകാശികളിലായിരിക്കും. ഈ ആളുകൾ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, റബ്ബുനല്ലാ എന്ന് പ്രഖ്യാപിക്കുകയും ആ മാർഗത്തിൽ ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുകയും ചെയ്ത ആളുകൾ, അവരുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും അള്ളാഹു സ്വീകരിക്കുന്നു. അവർക്ക് സംഭവിച്ച പിഴവുകൾ സയ്യിആത്തുകളായിട്ട് പരാമർശിക്കപ്പെടാവുന്ന അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ഏത് സംഗതിയും അള്ളാഹു വളരെ ഉദാരമനസ്കതയോടുകൂടി അവയെ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്നു. എന്നിട്ട് അവരോട് മുന്നോട്ട് പോയിക്കൊള്ളാനുള്ള അനുമതി അവർക്ക് നൽകുകയാണ്. അവര് ജന്നത്തിന്റെ അസ്ഹാബിൽ പെട്ടവരായിരിക്കും. ജന്നത്തിന്റെ അവകാശികളിൽ, സ്വർഗത്തിന്റെ അവകാശികളിൽ പെട്ടവരായിട്ടാണ് അള്ളാഹുവിന്റെ മുന്നിൽ അവര് എത്തുന്നത്. ഇത്രയും കാലം അവര് വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന ആ സത്യാധിഷ്ഠിതമായ വാഗ്ദാനമുണ്ടല്ലോ, അത് തന്നെ അതിന്റെ പൂർത്തീകരണം. വിശ്വാസികൾക്കായിട്ട് അള്ളാഹു നൽകിയിരുന്ന ഈ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു എന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരുന്ന ഏറ്റവും സത്യസന്ധമായ ഒരു വാഗ്ദാനമുണ്ട്. അത് പുലരുന്ന ഒരു കാര്യമാണ് ഇവര് ഏറ്റുവാങ്ങുന്ന ഈ സ്വർഗം. ഇതാണ് അള്ളാഹു അവരെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. ഉലൈക അല്ലദീന നതഖബ്ബലു അൻഹും അഹ്സന മാ അമിലു, അവർ ചെയ്ത ഏറ്റവും ഉത്തമമായ നല്ല കർമ്മങ്ങളൊക്കെയും അള്ളാഹു സ്വീകരിക്കുന്നു. നല്ല കർമ്മങ്ങൾ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോൾ നല്ല കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതെ പോകാൻ വല്ല കാരണങ്ങളുണ്ടോ എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. പല കർമ്മങ്ങളിലും പല പോരായ്മകളും ഉണ്ടാവും. പലതിൻ്റെയും ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടാവുന്ന പല കാര്യങ്ങളും അടങ്ങിയതാകാം. പലതിൻ്റെയും നിർവഹണത്തിൽ വീഴ്ച വന്നിട്ടുണ്ടാകാം. പലതിലും വളരെ ക്ലീൻ അല്ലാത്ത ചില താല്പര്യങ്ങളൊക്കെ കടന്നുകൂടിയിട്ടുണ്ടാകാം. സൽപ്രവർത്തനങ്ങളൊക്കെയും തന്നെ വളരെ കളങ്കരഹിതമായ സൽപ്രവർത്തനങ്ങളായി മാറിയാലാണ് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവുക. അതിന് വേറെ പല താല്പര്യങ്ങളും കൊണ്ട് അതിനെ മലിനമാക്കിയ ഒരവസ്ഥയിലാണ് ഉള്ളതെങ്കിൽ അത്തരം കർമ്മങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാവുകയില്ല. പക്ഷെ ആളുകള് ഈ വിധത്തില് റബ്ബുനല്ലാ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ മാർഗത്തില് സ്ഥൈര്യത്തോടെ നിലകൊള്ളുന്ന ആളുകൾ അവരുടെ സമർപ്പണം വലിയ അളവോളം അവരേറ്റവും ഭംഗിയായ ഏറ്റവും ഉത്തമമായ രീതിയിൽ നിർവഹിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളുടെ കർമ്മങ്ങളിൽ സംഭവിക്കുന്ന പോരായ്മകളും വീഴ്ചകളും
ചില പിഴവുകളൊക്കെ ഉണ്ടാവും. അത്തരം സംഗതികളൊക്കെ അവഗണിച്ചുകൊണ്ട് അള്ളാഹു അവരുടെ സകല സൽക്കർമ്മങ്ങളും സ്വീകരിക്കുന്നു, ഏറ്റുവാങ്ങുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിനെ നിയത്ത് ചെയ്തുകൊണ്ട് നിർവഹിക്കപ്പെട്ട കർമ്മങ്ങളൊക്കെയും അതിന്റെ എല്ലാ പോരായികകളെയും വിട്ടുകളഞ്ഞുകൊണ്ട് അള്ളാഹു സ്വീകരിക്കുന്നു. അള്ളാഹു അത് കബൂലാക്കുകയാണ് അവരിൽ നിന്ന്. എന്നിട്ട് അവരുടെ സയ്യിആത്തുകളുടെ കാര്യത്തിൽ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യും. ഈ രണ്ട് സംഗതികളും സംഭവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാള് സ്വർഗാവകാശിയായി മാറുന്നത്. കർമ്മങ്ങളിലെ പോരായികകളെ അള്ളാഹു അവഗണിച്ചുകൊണ്ട് അവയെ സ്വീകരിക്കുകയാണ്. രണ്ടാമത്തത് സയ്യിആത്തുകളെ അള്ളാഹു വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് കാരണങ്ങളാലാണ് ഒരാള് യഥാർത്ഥത്തിൽ സ്വർഗത്തിന് അവകാശിയായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ അള്ളാഹു അത് വളരെ കണിശമായി വളരെ സൂക്ഷ്മമായി വിലയിരുത്തിയിട്ടൊക്കെയാണ് സ്വീകരിക്കുന്നതെങ്കിൽ സ്വീകരിക്കപ്പെടാവുന്ന വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്ത ആളുകളും വളരെ പരിമിതമായിട്ടേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാവുന്നതായ തെറ്റുകുറ്റങ്ങൾ ഉള്ള ആളുകൾ അതും വളരെ പരിമിതമായിട്ടേ ഉണ്ടാവുള്ളൂ. പാപങ്ങളുടെ പേരിൽ സയ്യിആത്തുകളുടെ പേരിൽ പിടികൂടപ്പെടാനായിരിക്കും കൂടുതൽ പേർക്കും അർഹത ഉണ്ടാവുക. കർമ്മങ്ങളിൽ അതിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിലുള്ള പല കാരണങ്ങളും ഉള്ള വിധത്തിലുള്ള കർമ്മങ്ങളായിരിക്കും മിക്ക ആളുകളുടെയും കാര്യത്തിലുണ്ടാവും. പക്ഷെ അവരുടെ ആ നിലപാട് ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണ് എന്ന അവരുടെ ആ പ്രഖ്യാപനം, അതേപോലെ ആ മാർഗത്തില് കോൺഷ്യസ് ആയിട്ട് ഉദ്ദേശപൂർവം നിലക്കൊള്ളാനുള്ള സന്നദ്ധത, പ്രതിബദ്ധതയോടുകൂടി ആ ഒരു ജീവിത ദർശനത്തെ പിന്തുടരാനുള്ള സന്നദ്ധത, അങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ അവരുടെ കർമ്മങ്ങളിലെ പോരായികകളെയും വീഴ്ചകളെയും അല്ലാഹു മാറ്റിവെച്ചുകൊണ്ട് അവരെ സ്വീകരിക്കുകയും അവരെ സ്വർഗാവകാശികളായിട്ട് പരിഗണിക്കുകയും ചെയ്യുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഫി അസ്ഹാബിൽ ജന്ന, അവര് അസ്ഹാബുൽ ജന്നത്തിന്റെ കൂട്ടത്തിലായിരിക്കും, സ്വർഗത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിലായിരിക്കും. അത് എന്താണത്? വഅദസ്സിദ്ഖ്, വളരെ സത്യസന്ധമായി പുലരുന്ന ഒരു വാഗ്ദാനമാണിത്. അല്ലദീ കാനൂ യുഅദൂൻ, അങ്ങനെ ഒരു വാഗ്ദാനമാണ് അവർക്ക് ഇത്രയും കാലം നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇസ്ലാമിലൂടെ, വിശുദ്ധ വേദ ഗ്രന്ഥങ്ങളിലൂടെ, പ്രവാചകന്മാരിലൂടെ ഒക്കെയായിട്ട് അവർ പഠിപ്പിക്കപ്പെട്ടിരുന്നത് അള്ളാഹുവിന്റെ ഈ സുമോഹനമായ വാഗ്ദാനത്തെ കുറിച്ചായിരുന്നു. ആ വാഗ്ദാനം വഅദസ്സിദ്ഖാണ്, സത്യമായി പുലരുന്ന, തീർത്തും സത്യസന്ധമായ ഒരു വാഗ്ദാനമാണ്. അത് വഞ്ചനാത്മകമായ മതാഉൽ ഗുറൂറായിട്ട് വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്ന ഐഹിക ലോകത്തെ ചില വിഭവങ്ങളെ പോലെയല്ല, വഞ്ചനാത്മകമായ ചരക്കുകളല്ല, മറിച്ച് സത്യമായി പുലരുന്ന, സംതൃപ്തി പകരുന്ന പ്രതിഫലമാണ് അള്ളാഹു അവർക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ളത്. വഅദസ്സിദ്ഖില്ലദീ കാനൂ യുഅദൂൻ, അവർക്ക് വാഗ്ദാനമായി നൽകപ്പെട്ടുകൊണ്ടിരുന്ന വളരെ സത്യസന്ധമായ ആ വാഗ്ദാനം, അതാണ് ഇവിടെ സത്യമായി അവർക്കായി പുലരുന്നത് എന്നാണ് അള്ളാഹു അതിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നത്. അപ്പൊ ഈ ആയത്തുകൾ 13 മുതൽ 16 വരെയുള്ള ഈ ആയത്തുകൾ വളരെ ശ്രദ്ധാപൂർവം ഉൾക്കൊള്ളുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ കളങ്കരഹിതമാക്കി മാറ്റുവാനും ലക്ഷ്യബോധത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ഒക്കെ വലിയ പ്രേരണയായി മാറേണ്ട വിധത്തിലുള്ള ആയത്തുകളാണ്. അത് സാധിക്കുന്നവരൊക്കെയും മനഃപ്പാഠം പഠിച്ചുകൊണ്ട് നമസ്കാരത്തിലൊക്കെ ആവർത്തിച്ച് പാരായണം ചെയ്യുന്നത് ഒക്കെ മനസ്സിനെ ശക്തിപ്പെടുത്താനും അതുപോലെ സൃഷ്ടിപരമായ ചിന്തകളിൽ
മനസ്സിനെ കേന്ദ്രീകരിക്കാനും ഒക്കെ ഉപകരിക്കുന്ന ആയത്തുകളാണ്. ഇതുപോലെയുള്ള വേറെയും ഒരു സന്ദർഭം വിശുദ്ധ ഖുർആനിൽ ഉള്ളത് ഞാൻ വിശദമായിട്ട് കഴിഞ്ഞ ദിവസം പരാമർശിക്കുകയുണ്ടായി, നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊരായത്ത് നമ്മൾ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഫുസ്സിലത്തിലെ ആയത്തുകൾ. അത് സൂറത്ത് ഫുസ്സിലത്തിലെ 30 മുതൽ 36 വരെയുള്ള ആയത്തുകൾ ഈ ഒരു കാര്യം തന്നെ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. അവിടെ അള്ളാഹുവാണ് ഞങ്ങളുടെ നാഥൻ എന്ന് പ്രഖ്യാപിക്കുകയും ആ ആദർശ സരണിയിൽ സ്ഥിരചിത്തതയോടുകൂടി നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകളെ മലക്കുകള് അഭിസംബോധന ചെയ്ത് അവരെ ആശ്വസിപ്പിക്കുന്ന വിധത്തില്, അവരെ ഏറെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്ന കാര്യമാണ് പരാമർശിക്കുകയുണ്ടായത്. മലക്കുകള് തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അല്ലാഹുവിന്റെ മലാക്കുമാർ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരുന്നു. എന്നിട്ട് അവരോട് ആശംസിക്കുന്നത് അല്ലാ തഖാഫു വലാ തഹ്സനു, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ദുഃഖിക്കുകയും വേണ്ടതില്ല, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള സ്വർഗത്തെ കുറിച്ച് സന്തോഷ വാർത്ത ഉൾക്കൊള്ളുന്നവരായിരിക്കുക എന്നാണ് അവരോട് മലക്കുകൾ ആശംസിക്കുന്നത്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ തുടർന്നുള്ള ആയത്തുകളിൽ സൂറത്ത് ഫുസ്സിലത്തിൽ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇത് അവരുടെ ജീവിതകാലത്ത് തന്നെ ഉണ്ടാവാം. വലിയ പ്രതിസന്ധികളിൽ അകപ്പെടുന്ന സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് അത്രയും വികാര വായ്പോടുകൂടി അടുത്തുകൊണ്ട് പ്രാർത്ഥനകളിൽ ഏർപ്പെടുന്നവർക്ക് അടുത്ത പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള ആശ്വാസ വചനങ്ങളുമായി അവർക്ക് മലക്കുകൾ അവരെ ആശംസിക്കുന്ന അല്ലെങ്കിൽ അവരെ ആനന്ദിപ്പിക്കുകയോ അവർക്ക് ആശ്വാസം പകരുകയോ ഒക്കെ ചെയ്യുന്ന വിധത്തിലുള്ള അനുഭവങ്ങൾ ഭൗതിക ലോകത്ത് തന്നെ ഉണ്ടാവാം. മരണവേളയിലും മലക്കുകൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈ വിധത്തിൽ അവരോട് സംസാരിക്കുന്നത് ഈ ആയത്തിന്റെ സൂചനകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ പാരത്രിക ലോകത്തും അവർക്ക് നഹ്നു ഔലിയാഉക്കും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സംരക്ഷകരും കൂട്ടുകാരുമാണ് ഞങ്ങള്, അത് ആഖിറത്തിൽ മാത്രമല്ല ഫിദ്ദുന്യ വൽ ആഖിറ എന്നാണ് അവിടെ പറയുന്നത്. ഈ ഐഹിക ലോകത്ത് തന്നെ നിങ്ങൾക്ക് ഔലിയ ആയിട്ടാണ് ഞങ്ങൾ ഉള്ളത്, അതുപോലെ ആഖിറത്തിലും പാരത്രിക ലോകത്തും നിങ്ങൾക്ക് ഞങ്ങൾ സംരക്ഷകരും കൂട്ടുകാരും ഒക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും നല്ല മിത്രങ്ങളായിട്ട് ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമാണ് സൂറത്തുൽ ഫുസ്സിലത്തിൽ പരാമർശിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനം ഒരാളുടെ സ്വഭാവം, പ്രകൃതം, നിലപാട്, പ്രവർത്തനം, ജീവിത വീക്ഷണം തുടങ്ങിയിട്ടുള്ള സകല സംഗതികളെയും രൂപപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇതിന്റെ അടിസ്ഥാന നിബന്ധനയായിട്ട് അല്ലാഹു ഇവിടെ പരാമർശിച്ചിട്ടുള്ളത്. അത് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു എന്ന ഈ 2 എലമെന്റ്സ് ആണ്. അള്ളാഹുവാണ് ഞങ്ങളുടെ നാഥൻ എന്ന് പ്രഖ്യാപിക്കുകയും ആ ഒരു ദർശനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതിബദ്ധതയോടെയുള്ള ജീവിതം നയിക്കുകയും ചെയ്യുന്ന ആളുകൾ. ഇത് വളരെ പ്രധാനമാണ്. അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവാണ് നാഥൻ എന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ സന്നദ്ധനാവുക. ഇതിന്റെ ഏറ്റവും ഒരു ആർക്കിടൈപ്പൽ മോഡലായിട്ട്, ഒരു ഏറ്റവും ക്ലാസിക്കൽ മോഡലായിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാസി ഫോമിൽ ഉള്ള ഒരു ചിത്രമാണ് യഥാർത്ഥത്തിൽ വളരെ വലിയ വിശദാംശങ്ങളോടുകൂടി ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ ജീവിത അനുഭവങ്ങളെ ഖുർആൻ നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നത്. ഇബ്രാഹിം അലൈഹിസ്ലാം ഇതില് ഏറ്റവും കൃത്യതയോടുകൂടി ഓരോ സംഗതിയും പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിവരണമാണ് ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്ലാമിന്റെ കാര്യത്തില് നമുക്ക് പറഞ്ഞു തരുന്നത്. അത് ഏറ്റവും വലിയ ഉസ്വത്താണ് എന്നവിടെ പറയുകയും ചെയ്യുന്നു.
ഇന്ന ഫി ഇബ്രാഹിമ ഉസ്വത്തുൻ ഹസന എന്ന് പറഞ്ഞുകൊണ്ട് അത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് അതിനെ വിവരിക്കുന്നുണ്ട്. അപ്പോ അള്ളാഹുവാണ് ഞങ്ങളുടെ നാഥൻ എന്ന് പ്രഖ്യാപിക്കുകയും ആ മാർഗത്തിൽ ഇസ്തിഖാമത്തോടുകൂടി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു കാര്യത്തില് ഏറ്റവും നല്ല മാതൃകയായിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ അള്ളാഹു വിശുദ്ധ ഖുർആനിലെ ഒരിടത്ത് പ്രതിപാദിക്കുന്നു, വിശദമായി അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങളെ വിവരിച്ചു തരികയും ചെയ്യും. അപ്പൊ ഇത് വളരെ ശ്രദ്ധാപൂർവം ഉൾക്കൊണ്ട് ജീവിതത്തിന്റെ ഒരു മാർഗദർശകമായ ചില അടിസ്ഥാന കാര്യങ്ങളായിട്ട് നമ്മുടെ മനസ്സിലെപ്പോഴും നിലകൊള്ളുന്നത്, മനസ്സിന്റെ അടിത്തട്ടിൽ തന്നെ അതൊന്ന് കോറിയിടുന്നത് എന്തുകൊണ്ടും നമുക്ക് ജീവിതത്തിൽ കരുത്ത് പകരുന്ന ഒരു സംഗതിയാണ്. ആ കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നുള്ള ആയത്തുകൾ മറ്റൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അല്ലെങ്കിൽ ഇവിടെ വിവരിക്കപ്പെട്ട ഈ വിഭാഗം ആളുകളുടെ അവസ്ഥയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ മറ്റൊരു വിഭാഗത്തെ കുറിച്ചുള്ള വിവരണമാണ്. അതുകൊണ്ടാണ് ഞാനത് ഈ ആയത്തുകളോട് ചേർത്ത് വിശദീകരിക്കാത്തത്. തുടർന്നുള്ള ആയത്തുകൾ മറ്റൊരു വിഭാഗത്തെ, ഇവിടെ ഒരു വിഭാഗത്തിന്റെ ചിത്രമാണ് വരച്ചു കാണിച്ചത് 13-ാമത്തെ ആയത്ത് മുതൽ 16-ാമത്തെ ആയത്ത് വരെ. എന്നാൽ 17 മുതൽ ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു വിഭാഗത്തെയാണ് വിവരിക്കുന്നത്. അത് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.